ഇന്നത്തെ ഈ ഡിജിറ്റൽ യുഗത്തിൽ നമുക്ക് നമ്മുടെ വരയും ഡിജിറ്റലാക്കി മാറ്റിയാലോ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൊബൈലിൽ എങ്ങനെ ഒരു ഡിജിറ്റൽ പെയിൻറ്റിങ് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിന് ഏറ്റവും സഹായപ്രദമായ ഒരു മികച്ച ആപ്പായ ഐബിസ് പെയിൻറ്റെക്സ് എന്ന ആപ്പിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഈ ആപ്പിനെക്കുറിച്ചൊരു 50% തീർച്ചയായും മനസ്സിലാകും. ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ എന്തായാലും ഇറങ്ങും. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളും കൂടെ തീർച്ചയായും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങളെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൽ ചെന്നിട്ട് ഐബിസ് പെയിൻ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ആപ്പ് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്പ്, ഐബിസ് പെയിൻറ്റെക്സ്. അതാണ് നമ്മുടെ ആപ്പ്. അപ്പോൾ നമ്മൾ താഴേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ടോപ്പ് ഫ്രീയിൽ 3ാമതുള്ള ഒരു ആപ്പാണിത്. അതുപോലെ തന്നെ 1 മില്യൺ റിവ്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. വെറും 25 MB മാത്രമുള്ള ഒരു ആപ്പാണ്. വളരെ നല്ല ആപ്പാണ്. 50 മില്യൺ ഡൗൺലോഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ 370-ലധികം ബ്രഷസ് ഉണ്ട്. അതുപോലെ തന്നെ ബ്ലെൻഡ് മോഡ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവരിവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് താഴേക്ക് പോകുമ്പോൾ നമുക്കിതാ 5 സ്റ്റാർ റേറ്റിംഗ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്കിതിലൂടെ എല്ലാം മനസ്സിലാകുന്ന വളരെ നല്ലൊരു ആപ്പാണിത്. നമുക്ക് മൊബൈലിൽ വളരെ ഈസി ആയിട്ട് ഡിജിറ്റൽ പെയിൻറ്റിങ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ഒരു വിൻഡോയിലേക്ക് എത്തും. അപ്പോൾ ഇവിടെ കളക്ഷൻ, ഓൺലൈൻ ഗാലറി, ഇത് രണ്ടും നമുക്ക് ചെയ്യണമെങ്കിൽ നെറ്റ് വേണം. അപ്പോൾ നമ്മളിപ്പം മൈ ഗാലറിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു empty സ്ക്രീനായിരിക്കും വരിക. ഇവിടെ ഞാൻ നേരത്തെ പടം വരച്ച് വെച്ചിട്ടുള്ള അതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വരച്ച ചിത്രങ്ങളുടെ വീഡിയോ എല്ലാം ഈ ചാനലിലുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എല്ലാം പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്ക് ഈ മൊബൈലിലൂടെ ഇത്തരത്തിൽ വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ താഴെയായിട്ട് ഒരു പ്ലസ് ബട്ടൺ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതാ ഇവിടെ കുറേ ക്യാൻവാസുകൾ വന്നിട്ടുണ്ട്. കുറേ റേഷ്യോയിലുള്ള വ്യത്യസ്ത ക്യാൻവാസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒരു ക്യാൻവാസ് നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ കൊടുത്തിട്ടുണ്ട് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ക്വാളിറ്റി കൂടും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു ക്യാൻവാസ് സെലക്ട് ചെയ്യുമ്പോൾ ഈ വാല്യൂസ് വളരെ കൂട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ വാല്യൂസ് രണ്ടും കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം ഒരു സ്ക്വയർ ക്യാൻവാസാണ് വന്നിരിക്കുന്നത്. വാല്യൂസ് വളരെ കൂടുതലാണ്. മാക്സിമം നമ്മൾ ഇട്ടിട്ടുണ്ട് 4096 നമ്മൾ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാൻവാസിന് വളരെ ക്വാളിറ്റി ഉണ്ടാകും. ഇനി ഞാനത് വളരെ കുറച്ച് കൊടുക്കുകയാണ്. 1:1 ആണ്. അതൊരു സ്ക്വയർ ക്യാൻവാസ് തന്നെയാണ്. പക്ഷേ ഈ ക്യാൻവാസിന് ക്വാളിറ്റി വളരെ കുറവായിരിക്കും. നമ്മൾ പടം വരച്ച് കഴിഞ്ഞാൽ ഒട്ടും ക്ലിയർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ക്യാൻവാസ് സെലക്ട് ചെയ്യുമ്പോൾ ഇത് വളരെ കൂട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള പിക്ചർ നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കും. അതുപോലെ നമുക്ക് വാല്യൂസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ യൂട്യൂബിൻ്റെ ഇതനുസരിച്ച് 16:9 റേഷ്യോ ആയിട്ട് വരുന്ന വീഡിയോൻ്റെ. അപ്പോൾ ഞാനത് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം വാല്യൂസ് വളരെ കുറവാണ്. അപ്പോൾ ഇതേ റേഷ്യോയിൽ തന്നെ എനിക്ക് നല്ല ക്വാളിറ്റിയുള്ള ക്യാൻവാസ് ലഭിക്കുന്നതിനായി ഞാൻ വാല്യൂസ് കുറച്ചും കൂടെ അതേ റേഷ്യോയിൽ തന്നെ വാല്യൂസ് കുറച്ച് കൂട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ക്വാളിറ്റി കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട്. ഇനി ഞാൻ അതേ റേഷ്യോയിൽ തന്നെ വീണ്ടും വാല്യൂസ് വളരെ കൂട്ടി കൊടുക്കുകയാണ്. 3000 അതിൻ്റെ ഇരട്ടിയാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം വാല്യൂസ് വീണ്ടും കൂടിയിട്ടുണ്ട്. അപ്പോൾ ക്വാളിറ്റി കുറച്ചും കൂടെ കൂടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ക്യാൻവാസ് സെലക്ട് ചെയ്യുമ്പോൾ വാല്യൂസ് വളരെ കൂട്ടി കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതിൻ്റെ താഴെ നമുക്ക് കാണാം കുറേ സെറ്റിങ്സ് ഉണ്ട്, കുറേ റേഷ്യോയിലുള്ള
ക്യാൻവാസുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ മേലെ നിങ്ങൾ ആദ്യത്തെ 2 ക്യാൻവാസും ഒരേ റേഷ്യോയിലുള്ളതാണ്. പക്ഷേ ആദ്യത്തിൻ്റെ വാല്യൂസ് കുറവാണ്, അതുകൊണ്ട് തന്നെ അത് SD ആണ്. രണ്ടാമത്തിൻ്റെ വാല്യൂസ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അത് HD ആണ്. അത് തന്നെയാണ് അവരിപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെയാണ് അവരിപ്പോൾ അവിടെ പറയുന്നത്. അപ്പോൾ 16:9 ഈ റേഷ്യോയിലുള്ളൊരു ക്യാൻവാസാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ക്യാൻവാസിന് ഏറ്റവും ക്വാളിറ്റിയുള്ള വാല്യൂസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3840 അതുപോലെ തന്നെ 2160. അതാണ് ഈ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ക്യാൻവാസ് ലഭിക്കും 16:9 എന്നുള്ള റേഷ്യോയിൽ. ഇപ്പം നമ്മളത് കൊടുത്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്യാൻവാസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 കൈകൾ ഉപയോഗിച്ച് നമുക്കത് സൂം ചെയ്യാം, സൂം ഇൻ ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം, അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി അതിനുശേഷം നമുക്കിനി ടൂൾസുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് ഒരു ടൂൾ നമുക്ക് കാണാം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഷും ഇറേസറും തമ്മിൽ നമുക്ക് പെട്ടെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. നമ്മൾ ഞെക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ബ്രഷും ഇറേസറായി മാറുന്നുണ്ട്. ഈ രണ്ടാമത്തെ ടൂള് അത് നമുക്കിവിടെ കുറേ ടൂളുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സെലക്ട് ചെയ്യാനും സ്മഡ്ജ് ചെയ്യാനും ഇറേസർ, ബക്കറ്റ്, ഐ ഡ്രോപ്പർ, അങ്ങനെ കുറേ ടെക്സ്റ്റ്, അങ്ങനെ കുറേ നമുക്ക് ടൂൾസ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ബ്രഷുകൾ സെലക്ട് ചെയ്യാനുള്ള ടൂളാണ്. റൈറ്റ് സൈഡിൽ നമുക്ക് കുറേ ബ്രഷുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. 370 ബ്രഷുകളുണ്ട്. ലെഫ്റ്റ് സൈഡിലായിട്ട് ഓരോ ബ്രഷിൻ്റെ സെറ്റിങ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. നിങ്ങൾ ഓരോന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ മേലെ ആ ബ്രഷിന് വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇവിടെ അവർ കുറേ ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. തുടങ്ങുമ്പോൾ തിക്നെസ് കുറയ്ക്കാനും കൂട്ടാനും, വരച്ച് കഴിയുമ്പോൾ അങ്ങനെ കുറേ ഒബാസിറ്റി സ്റ്റാർട്ടിലും എൻഡിലും ഒബാസിറ്റി കൂട്ടാനും കുറയ്ക്കാനൊക്കെ അവർ ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ താഴെ ഫോഴ്സ് വേഡ് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും ഒബാസിറ്റി അല്ലെങ്കിൽ അതിൻ്റെ തിക്നെസ് കുറഞ്ഞ് വരാനുള്ള ഇതാണ്. ഇങ്ങനെ കുറേ സെറ്റിങ്സ് ഇവിടെ നമുക്ക് താഴെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ സ്പേസിങ്, അത് തമ്മിലുള്ള സ്പേസ് കൂടി വരുന്നുണ്ട്, കുറഞ്ഞ് വരുന്നുണ്ട്, ഡോട്ടായിട്ട് വരുന്നുണ്ട്. പിന്നെ പാറ്റേൺ ഒബാസിറ്റി, അത് സ്റ്റാർട്ടിലും എൻഡിലും ഒബാസിറ്റി കുറഞ്ഞ് വരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കുറേ നമുക്ക് കാണാം. ഇനി അതിൻ്റെ മേലായിട്ട് കസ്റ്റം എന്ന് കാണുന്നുണ്ട്. കസ്റ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രഷുകൾ എപ്പോഴും ഉപയോഗിക്കുന്ന ആവശ്യമുള്ള ബ്രഷുകൾ നമുക്ക് കസ്റ്റംസിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം അത് സെലക്ട് ചെയ്യാൻ ഈസി ആയിട്ട് സെലക്ട് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ കസ്റ്റമിലാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രഷിൻ്റെ സൈഡിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്, അത് ഞെക്കിയാൽ മതി. അപ്പോൾ അത് കസ്റ്റമിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ. അടുത്തത് നമ്മളൊരു സ്ക്വയർ കാണുന്നുണ്ട്, അത് ഞെക്കി കഴിയുമ്പോൾ നമ്മൾ കളറ് സെലക്ട് ചെയ്യാനുള്ള ഒരു ടൂളാണ്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം. അതിന് താഴെയായിട്ടൊരു ആരയുണ്ട്. ഇവിടെ ഇവർ കുറേ കളറുകൾ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് അത് ഓരോന്ന് സെലക്ട് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ പെട്ടെന്ന് സെലക്ട് ചെയ്യാം. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് റെഡ്, ഗ്രീൻ, ബ്ലൂ ഈ 3 അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഓരോ കളറുകൾ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് ഒബാസിറ്റി കുറയ്ക്കാനും കൂട്ടാനും എന്നുള്ള ടൂളുണ്ട്. ഇനി അടുത്തത് ഒരു ആരോ ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു ടൂളാണ്. അത് ഞെക്കുമ്പോൾ നമ്മൾ ഫുൾ സ്ക്രീനാവും. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ നമുക്ക് മേലെ 2 ഇത് കാണാം. ഒന്ന് ബ്രഷിൻ്റെ സൈസ് കൂട്ടാനും മറ്റേത് ഒബാസിറ്റി കൂട്ടാനും കുറയ്ക്കാനൊക്കെയാണ്. അടുത്ത നമ്മൾ ലെയറാണ്. ലെയർ എന്ന് പറയുമ്പോൾ മേലെ ഒരു സെലക്ഷൻ ലെയറാണ്. നമ്മൾ ഒരു ഏത് ഫസ്റ്റ് സെലക്ട് ചെയ്താലും അത് ആ ലെയറിലായിരിക്കും നിൽക്കുക. ലെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു പ്ലസ് ബട്ടൺ കാണാം, അത് ഞെക്കുമ്പോൾ നമുക്ക് ലെയറുകൾ ആഡ് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് വരയ്ക്കുമ്പോഴും ലെയർ ഇട്ട് വരയ്ക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ലെയർ ഇട്ട് വരയ്ക്കുന്നത് വളരെ ഈസിയാണ്. അടുത്ത ടൂൾ എന്ന് പറയുന്നത് ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനും പിന്നെ ഇപ്പോൾ ക്യാൻവാസിൽ എന്താണുള്ളത് അത് ഒരു ലെയറാക്കി മാറ്റാനുള്ള ടൂളാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ക്യാമറ കാണാം, അത് പിക്ചർ ഇമ്പോർട്ട് ചെയ്യാനാണ്.
അതിൻ്റെ താഴെ 2 ടൂളുകൾ കാണാം. ഒന്ന് ഹൊറിസോണ്ടലായിട്ടും മറ്റേത് വെർട്ടിക്കലായിട്ടും ലെയർ അല്ലെങ്കിൽ ക്യാൻവാസ് തിരിക്കാൻ വേണ്ടിയുള്ളതാണ്, റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാം ക്ലിയർ ലെയർ, പിന്നെ ലെയറിൻ്റെ കളറ് ഇൻവേർട്ട് ചെയ്യാൻ, പിന്നെ ലെയർ മൂവ് ചെയ്യാൻ. പിന്നെ നമ്മൾ ലെയർ മൂവ് ചെയ്യുന്ന അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ താഴെയായിട്ട് ലെയർ ഹൊറിസോണ്ടലായിട്ട് ഇൻവേർട്ട് ചെയ്യാൻ, മറ്റേത് മേലെ വെർട്ടിക്കലായിട്ട്. പിന്നെ ലെയർ തമ്മിൽ 2 ലെയർ മെർജ് ചെയ്യാൻ വേണ്ടിയാണ്, അത് ലെയർ ഡിലീറ്റ് ചെയ്യാനുള്ളത്. ഇത് 3 ഡോട്ട് കാണാം, അത് ലെയറിൻ്റെ ഓരോ സെറ്റിങ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ലെയറിൽ. പിന്നെ അതിൻ്റെ താഴെയായിട്ട് നിങ്ങൾക്ക് നോക്കാം ഒബാസിറ്റി നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ലെയറിൽ പെർസെൻറ്റേജ് ഇങ്ങനെ കുറയുന്നതും കൂടുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഒരു കാര്യമുണ്ട്, അതിനു മുമ്പ് ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് ക്യാൻവാസിൽ 2-3 കളേഴ്സൊക്കെ ഒന്ന് വരച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ബ്രഷ് ഒന്ന് ചേഞ്ച് ചെയ്യാണ്, കളേഴ്സൊക്കെ ഒന്ന് മാറ്റി 2-3 കളറൊക്കെ ഇട്ട് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് ലെയറിലേക്ക് വരാം. അവിടെ നോർമൽ എന്ന് പറയുന്നൊരു ഇത് കാണുന്നുണ്ട്, അത് ബ്ലെൻഡ് ചെയ്യുന്നതാണ് നമ്മൾ വരച്ച കാര്യങ്ങൾ. ഇപ്പോൾ താഴേക്ക് കുറേ ഓപ്ഷൻസ് നമുക്ക് കാണാം, ഡാർക്ക് ആൻഡ് മൾട്ടിപ്ലൈ, അങ്ങനെ കുറേ നമുക്ക് കാണാം. ഓരോന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ വരച്ചതിന് വരുന്ന മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ കുറേ അവർ ബ്ലെൻഡ് ചെയ്യുന്ന കുറേ മോഡുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ചിലത് നിൽക്കുമ്പോൾ കുറേ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ ഇൻവേർട്ട് കൊടുത്തപ്പോൾ മൊത്തം ബ്ലാക്ക് ആയിട്ടുണ്ട്, ഡിഫറൻസ് കൊടുത്തപ്പോൾ കളർ നേരെ തിരിഞ്ഞ് വന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ലുമിനോസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അത് നിങ്ങൾ ഓർത്ത് വെക്കുക. അത് നമ്മൾ വരച്ചത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാനുള്ള ഒരു ടൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും സാധാ പോലെ ആക്കണമെങ്കിൽ ഏറ്റവും മേലെ നോർമലുണ്ട്, പഴയതുപോലെ ആവും, നോർമലാക്കിയാൽ മതി. അതിൻ്റെ അറ്റത്തായിട്ട് സ്ക്രീൻ ടോൺ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, അത് നമ്മൾ വരച്ചതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നമ്മൾ ക്യാൻവാസിൽ വരയ്ക്കുന്ന പോലെ ഒരു എഫക്റ്റ് അതിൽ വരുന്നുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചറിയാം. ചെറിയ ഡോട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ കുറേ അവരവിടെ കൊടുത്തിട്ടുണ്ട്, ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നോയ്സ്, അങ്ങനെ കുറേ ഡോട്ട് അങ്ങനെ കുറേ ആ ഒരു ടോണുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യം അങ്ങനെ വരാറില്ല. അപ്പോൾ നമ്മൾ നോർമലാക്കുന്നു. അതിനുശേഷം നമ്മൾ ഈ വരച്ചതെല്ലാം ക്ലിയർ ലെയർ കൊടുത്ത് കളയുകയാണ്. ഇനി ഏറ്റവും അറ്റത്തൊരു ആരോ കാണാം, അത് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമ്മൾ വരച്ചത് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ സേവ് ചെയ്യാനും, പിന്നെ നമ്മൾ സാധാ പോലെ സേവ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ വന്ന മെനുവിലേക്ക് ഗ്യാലറിയിലേക്ക് തിരിച്ചു പോകാൻ നമുക്ക് നോക്കാം. അതൊന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ നമ്മളിതാ പഴയ മെനുവിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത വർക്കിൻ്റെ കൂടെ ഇപ്പോൾ ഉള്ളതും സേവ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇനി ഉടൻ അടുത്ത ദിവസങ്ങളിൽ എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങളും കൂടെ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾ ഈ ആപ്പിൻ്റെ ഏകദേശം ഒരു പകുതി കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു 50% നിങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഈ ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോനെ കുറിച്ച് സജഷൻസൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.